10-11 കൊല്ലം ഒരനക്കല്ലാതെ കടന്നൊരു ബന്ധമായിരുന്നു. അതിന്ന് തീരുമാനമായിക്കണം. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്കെല്ലാം പൊറുക്കാം. ചെന്നിത്തലയും NSSും തമ്മിലുള്ള ദൂരം ഇനി അളക്കേണ്ട കാര്യമല്ല. അതിൻ്റെ ഇടയിൽ ദൂരപരിധി വെക്കാൻ ഇനി ആർക്കോട്ട് പറ്റൂല. പിരിഞ്ഞുപോയ ആ സുഹൃത്തുക്കൾ വീണ്ടും ഒരുമിക്കുന്ന മുഹൂർത്തം നേരിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കി നിറഞ്ഞ സന്തോഷത്തോടെ പുറപ്പെട്ടതാ ഞാൻ. ഇതിലും വലിയൊരു സൗഭാഗ്യം ചെന്നിത്തലക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലത്രേ. ഉത്തേരത്തെ ശങ്കരനേരും കിഴക്കേടത്തെ കൃഷ്ണവേരും കൂടി കാർത്തിക ദീപം തെളിയിക്കാൻ ഈ അമ്പലമുറ്റത്തെത്തും. മനസ്സിന് മറയില്ല. ഞാൻ ഇതെന്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായ സമയത്തും ഒരുപാട് ഉദ്ഘാടനത്തിന് ചെന്നിത്തല സാറ് പോയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഉദ്ഘാടനത്തിൻ്റെ ഒരു സന്തോഷം അത് ഇതിൻ്റെ മുമ്പ് കിട്ടിയിട്ടില്ലത്ര. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. അതാരും മുറിച്ചതല്ല, ആ ബന്ധം സ്വയം അങ്ങോട്ട് മുറിഞ്ഞതായിരുന്നു. പക്ഷെ മുറിഞ്ഞ ബന്ധം ഇപ്പോൾ കൂടിയതിൽ ചെന്നിത്തല എത്രക്ക് സന്തോഷിക്കണതിൽ കുറ്റം പറയാൻ പറ്റൂല. കാരണം സമുദായ സംഘടനകൾക്കിടയിൽ ഇപ്പോൾ കൂടി വരുന്ന ഈ അംഗീകാരം വേറെ ചില കാര്യങ്ങൾക്ക് ഒന്നാക്കം കൂട്ടുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷം. പിണക്കം മാറിയ സന്തോഷം ചെന്നിത്തല മാത്രം പറഞ്ഞാൽ പോരല്ലോ. നീ എന്റേതാ ഈ വേലായുധം കുട്ടിയുടെ. രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ്. പക്ഷെ ഇടക്ക് വെച്ച് രണ്ട് കൂട്ടരും അതങ്ങോട്ട് മറന്നു. ചെയ്തു കൂട്ടിയതൊക്കെ ഏറ്റു പറഞ്ഞ് 1000 തവണ ഈ കാലി വീണതാ. ആ മുറ്റത്ത് വെച്ച് തന്നെ. ഒന്നും വേണ്ട, തിരികെ തന്ന അവകാശം അധികാരം ഒന്നും വേണ്ട. ഇനിയുള്ള കാലം ഈ ഏട്ടന്റെ അരിയരായി ജീവിക്കാൻ. ഇനി ഗർവാപ്പസി പ്രഖ്യാപനാണ്. അതായത് പിണങ്ങിപ്പോയ പുത്രന് തിരിച്ചു വന്ന പ്രഖ്യാപനം. NSSന്റെ ഒരു പുത്രനാണ്. അങ്ങനെ ആ പുത്രനും കുടുംബവും ഒന്നിച്ചു. പക്ഷെ ഈ ഒന്നിക്കൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഉള്ളിൽ സങ്കടം ഉണ്ടാവോന്നാണ് സംശയം. NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു. നല്ല കാര്യല്ലേ? നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ പോസിറ്റീവായി കാണുന്ന ഈ സതീശനെ പോസിറ്റീവായി കാണാൻ പറ്റാത്തവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശനേക്കാളും കുറച്ചുകൂടെ ടാക്ട്ഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയിരുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. ആരുടെയൊക്കെ പിണക്കം നടന്ന് മാറ്റിയാലാണ് ഒന്ന് മുഖ്യമന്ത്രി ആവാൻ പറ്റുക.